വണ്ടി കണ്ടീഷനാ? വണ്ടി കുന്താണ്. ഹെഡ്ലൈറ്റ് ശരിയാണോ നോക്കാൻ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കുക. താൻ എവിടത്തെ ഫിറ്ററാടോ? പിന്നെ ടെസ്റ്റ് എടുക്കാതെ എങ്ങനെ? എന്തിന്റെ ടെസ്റ്റ്? എന്നെ കൊല്ലാൻ ടെസ്റ്റാ? ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നാൽ ആ വണ്ടി എല്ലാ തരത്തിലും കണ്ടീഷൻ ആയിരിക്കണമെന്ന് ശ്രീധരന് നിർബന്ധമുണ്ട്. വല്ലയിടത്തും ചെന്നിടിച്ച് ഇപ്പൊ എന്റെ കാറ്റ് പോയിരുന്നെങ്കിലോ? നമ്മൾ ഇൻഷുറൻസുകാരെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കും. എന്റെ കോൺട്രാക്ടർ സാറേ 11ാമത്തെ വയസ്സിൽ വട്ട് പിടിക്കാൻ തുടങ്ങിയതായി ശ്രീധരൻ, അറിയോ? തന്നെ പോലെ വട്ടുള്ള വേറൊരുത്തൻ എതിരെ വരാതിരുന്നത് എന്റെ ഭാഗ്യം. പതുക്കെ ഓടിക്കണേ, പൈസ കാരാണ്. ആ വയറൊക്കെ വലിച്ചു പറിച്ചോ? അല്ല, ഈ ചോപ്പ് വയർ തന്നെയല്ലേ ഹോണിലേക്കുള്ള കണക്ഷൻ? ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന വണ്ടിയുടെ ഹോൺ അടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ഹോൺ അടിച്ചു നോക്കുമ്പോ ഒരുതരം പട്ടി പോകുന്ന ശബ്ദം. പറഞ്ഞ പണി ചെയ്തോ, ആ ഗിയർ ബോക്സ് അടിക്കി. അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ഇതില്. താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതിന് ഞാനുണ്ട് ഇവിടെ. അല്ല, ശ്രീധേട്ടൻ ഇല്ലാത്ത സമയത്ത് വല്ല വണ്ടി പണിയെടുക്കോ. എന്തായാലും എന്ന് തീരുവത് എന്തായി? ആ മിസ്സിംഗ് അതുപോലെ തന്നെയുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്തോ? ചെയ്തു. കോയിലേക്ക് നോക്കിയോ? അത് നോക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോടോ, സ്വന്തം ബുദ്ധി ഇത്തിരി ഉപയോഗിച്ചൂടെ? സ്വന്തം ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ആ ദാമോട്ടിന് പോരും. വേട്ടെ വേട്ടെ,
ഞാൻ പറയാൻ വിട്ട്. ആ ശേഖരൻ മുതലാളി വിളിച്ചിരുന്നു. ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം അത്രേ. അത്യാവശ്യം ആൾക്കല്ലേ? ഹലോ, അതെ ശ്രീധരാണ്. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയില്ലല്ലോ മുതലാളി. ഒരു വണ്ടിയുടെ ക്രാങ്ക് നോക്കാൻ 9 മണിക്കൂർ സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓ ഓ പറ്റിയ വരാം. അയാൾ തന്നെയാണ് ശേഖരൻ മുതലാളി. ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികേറൊന്നും ഇപ്പൊ ശ്രീധരനില്ല. പണ്ടൊക്കെ ശ്രീധരേട്ടൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളിയുടെ വീട്ടിൽ കയറി ഇറങ്ങലായിരുന്നല്ലോ പണി. മലയാളിയുടെ മോളെ കെട്ടിച്ചേരാത്തതിലുള്ള ദേഷ്യമല്ലേ ശ്രീരേട്ടന്? പോടാ അതൊന്നുമല്ല. അത് പോട്ടെ, നോണ പറയാതെ ശ്രീരേട്ടാ. മോളെ കെട്ടിച്ചേരാത്ത അല്ല പ്രശ്നം. അതിന് അയാൾ പറഞ്ഞ കാരണങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ്, ശ്രീധരൻ വെറും 10ാം ക്ലാസ് ആണ്. അതെ, ശ്രീധരൻ 10ാം ക്ലാസ് ആണ്. പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും. നല്ല മണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനാകുകയും ചെയ്യും. അതെ, പണിയെടുക്കാം.